കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിൽ ആശുപത്രിയിൽ IP നിർത്തലാക്കാൻ അന്യജില്ലക്കാരിയായ മെഡിക്കൽ ഓഫീസർ DMOയ്ക്ക് കത്ത് നൽകി. മെഡിക്കൽ ഓഫീസറുടെ ഈ നടപടി സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്നാണ് ഉയർന്ന ആക്ഷേപം. കഞ്ഞിക്കുഴി CHCയുടെ പ്രവർത്തനം അവതാളത്തിലായിരിക്കുകയാണ്. പിന്നോക്ക വിഭാഗവും ആദിവാസികളും അധിവസിക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിരവധി കിടപ്പ് രോഗികളുണ്ട്. കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിലായതോടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇടുക്കി മെഡിക്കൽ കോളേജിലോ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് കഞ്ഞിക്കുഴി നിവാസികൾ. ഇടുക്കി കഞ്ഞിക്കുഴി CHC 30ഓളം കിടപ്പ് രോഗികളും അതുപോലെ 150-200ഓളം OP ടിക്കറ്റ് ഉണ്ടായിരുന്ന ആശുപത്രിയെ പുതിയതായി വന്ന മെഡിക്കൽ ഓഫീസർ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഈ IP നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ DMOയ്ക്ക് കത്ത് നൽകിയതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാനാണെന്നുള്ള ഒരു സംശയം ബലപ്പെടുകയാണ്. 30ഓളം കിടപ്പ് രോഗികൾക്ക് കിടത്തി ചികിത്സയും 200ഓളം ഔട്ട് പേഷ്യന്റ് രോഗികൾക്ക് ദിനംപ്രതി ചികിത്സ നൽകി വരികയും ചെയ്യുന്ന കഞ്ഞിക്കുഴി CHC സെന്ററിൽ ഡോക്ടറും സ്റ്റാഫ് നഴ്സും ഇല്ല എന്ന കാരണം നിരത്തി പുതുതായി എത്തിയ മെഡിക്കൽ ഓഫീസർ IP നിർത്തണമെന്ന് കാട്ടി DMOയ്ക്ക് കത്ത് നൽകുകയായിരുന്നു. അന്യ ജില്ലക്കാരിയായ മെഡിക്കൽ ഓഫീസർ നിസ്സാര കാരണങ്ങൾ നിരത്തി കഞ്ഞിക്കുഴി CHCയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോപണം ഉയരുന്നത്. CHCയിൽ ഈവനിംഗ് OP അനുവദിച്ചിട്ടും മെഡിക്കൽ ഓഫീസർ താൽപ്പര്യമെടുക്കാത്തതുമൂലം OPയുടെ പ്രവർത്തനം എങ്ങുമെത്തിയില്ല. സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഏക ആശ്രയമായ CHCയിലെ IPയുടെ പ്രവർത്തനം നിർത്തുവാൻ കത്ത് നൽകിയ മെഡിക്കൽ ഓഫീസറുടെ നടപടി സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.